ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. എൻ്റെ കുറേ ദിവസത്തെ വീഡിയോസ് കണ്ടിട്ട് അതിന് നല്ല നല്ല കമൻസ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കമൻസ് ആരിടുന്ന് ഞാൻ ചോദിക്കുന്നതിനുള്ള ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ പറയുന്നവരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞാനൊരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അത് നറുക്കെടുപ്പിലെ കൂടിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ബഹ്റൈനിലാണെങ്കിൽ ബഹ്റൈൻ ദിനാറ് കൊടുക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലുള്ള റുപ്പീസ് കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണുന്നവർക്കാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കൂടുതൽ ലൈക്കും വേണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതാ ഞാൻ രാവിലെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി ചുടുന്നുണ്ട്. പരിപ്പിൻ്റെ സാമ്പാറുണ്ടല്ലോ, വെജിറ്റബിൾ ഒന്നും ഇടാണ്ട് വെറും പരിപ്പ് മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറുണ്ട്. അത് വേഗം ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് കഴിയുന്ന കറിയാന്ന് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഡ്ഡലിക്കെല്ലാം വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്താ പറയുക, ചുവന്ന പരിപ്പില്ലേ, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് സാമ്പാർ പൊടി ഇടുക, കടുകും മുളകും എല്ലാം താളിച്ച് ഒഴിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ എനിക്ക് ചട്നിയും കൂടി ഉണ്ടാക്കാനുണ്ട്. ഇഡ്ഡലിക്ക് എന്തായാലും ചട്നി ഇല്ലാന്നുണ്ട് എന്താഘോഷം. അപ്പോൾ ചട്നി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ്, മല്ലിച്ചപ്പ് നല്ലോണം ഇട്ടിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇതാണ് കേട്ടോ. പച്ച ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിതുവിന് ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ മോനിക്ക് ഒന്ന് കടുക് മുളകെല്ലാം താളിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇഷ്ടം കേട്ടോ. മറ്റുള്ളവരെല്ലാം അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചട്നി കൂട്ടും. അവനക്ക് വേണ്ടി ഞാനിതാ ഇതേപോലെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നല്ല ലെങ്തി വീഡിയോ ആണ്. പിന്നെ കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിട്ട് ഞാൻ ലെങ്തി വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമൻസ് വരില്ല കേട്ടോ, ലൈക്കും കമൻസും വരില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ചെറിയ ബോറടിയെല്ലാം ഉണ്ടെങ്കിൽ ബോറടിയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സാമ്പാർ ആയിക്കൊണ്ടുണ്ട്, ചട്നി ഇപ്പുറത്താക്കിക്കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ഇങ്ങനെ നമ്മൾ ഈ ഫുഡിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി ആയിരിക്കൂലേ. അപ്പോൾ ഞാൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് പറഞ്ഞുതരാം കേട്ടോ. മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ MA ഗഫൂർ സാറുണ്ടല്ലോ, എനിക്ക് ആ സാറിൻ്റെ സ്പീച്ച് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് എല്ലാവരും സ്റ്റാറ്റസിൽ ഞാൻ നല്ല വേർഡ്സ് കേട്ടോ. MA ഗഫൂർ സാർ പറഞ്ഞിട്ടുള്ള ആ വേർഡ് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വേർഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പരിഗണിക്കുന്നവരെ നിങ്ങളും പരിഗണിക്കുക, നിങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങളും അവഗണിക്കുക. കാരണം പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളെ സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറയും കേട്ടോ. നമ്മളെ മനസ്സമാധാനം അത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും പോകാതിരിക്കലാണ് നല്ലത്. കാരണം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന എവിടെയോ അവിടെ പോവുക, അല്ലാണ്ട് നമുക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്തടത്ത് നമ്മൾ പോകണ്ട. നിങ്ങളെ ഈ ലോകത്ത് പരിഗണിക്കുന്നത് ആരാണോ അവരെ ജീവന് തുല്യം പരിഗണിക്കുക. ഈ ലോകത്ത് അവഗണിക്കുന്നത് ആരാണോ അവരെ അവഗണിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മോട്ടിവേഷനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ദുഃഖങ്ങളില്ലാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ. ദുഃഖങ്ങളുള്ളിടത്തേ സന്തോഷമുള്ളൂ, സന്തോഷമുള്ളിടത്തേ ദുഃഖങ്ങളുണ്ടാവും. എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാക്കുമ്പോൾ ലൈഫിലൊരു രസമില്ലല്ലോ. നല്ല ദുഃഖം വന്നിട്ട് സന്തോഷിക്കുന്നില്ല അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം. ഞാനും ഒരുപാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കൂല കേട്ടോ. എനിക്കെന്തെങ്കിലും ടെൻഷനെല്ലാം വരുന്ന സമയത്ത് ഞാൻ പല എന്താ പറയുക, എനിക്ക് സന്തോഷം കിട്ടുന്ന സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കധികം ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം എൻ്റെ ലൈഫ് കേട്ടോ. അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ജീവിതത്തിലൊരു മാറ്റങ്ങളെല്ലാം വേണ്ട എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾ.
ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ചിന്തിച്ചൊന്നിരിക്കാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീച്ച് ഇഡ്ഡലിയെല്ലാം മിഥുവിന് കൊടുത്ത്, മിഥുവിന് ചട്നി മാത്രമേ ഒന്നേരം റെഡി ആയിട്ടുള്ളൂ കേട്ടോ. തിന്നിട്ട് പിന്നെ കുളിക്കാനെല്ലാം പോയിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ചൂട് തണിയാനൊന്നും ടൈമില്ലേനു കേട്ടോ. ലഞ്ച് കൊടുക്കണമല്ലോ. ലഞ്ചും നാസ്ത തന്നെയാണ് അധികം കൊടുക്കൽ, ചോറാക്കിയിട്ടൊന്നും കൊടുക്കലില്ല. ലഞ്ച് എന്ന് ഉദ്ദേശിച്ചത് മിഥുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികളെ ലഞ്ചൊന്നുമല്ല, വലിയ ആളെ ലഞ്ചാണ്. കാരണം ഇത് വരാൻ 6 മണിയാവും. അപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലും തിന്നണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും നാസ്ത ഐറ്റംസാണ് കൊടുക്കുക കേട്ടോ. ചോറൊന്നും കൊടുക്കലില്ല. വന്ന് കഴിഞ്ഞിട്ട് ചോറ് തിന്നലാണ്. ഇത് എൻ്റെ അധിക വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഇഡ്ഡലി മാവ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതിനെ കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ അങ്ങനെ അതെല്ലാം ആക്കി വെച്ച് സാമ്പാറിലാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കും, തൈറോയിഡ് ഗുളിക കുടിക്കാനുണ്ടാവും എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ 15-ൻ്റെതും 25 75-ൻ്റെതാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടുള്ളത്. കുറേ ദിവസമായി ടെസ്റ്റ് ചെയ്തിട്ട് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണല്ലോ ഫുഡെല്ലാം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതും കുടിക്കലാന്ന് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഇത്രയെല്ലാം തന്നെയാണ്. അപ്പം ഇതുകൊണ്ട് ലഞ്ചെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വിശേഷം എന്താണ്, എല്ലാവരും നല്ല നല്ല കമൻസ് ഇടുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ മാപ്പിളിനെ വിളിക്കലുണ്ട്. അതെന്താ വിളിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഞാൻ പേര് തന്നെയാന്ന് പറയല് കേട്ടോ. ഇക്ക പൂക്കാന്നൊന്നും വിളിക്കലില്ല. പണ്ടേ കല്യാണം കഴിഞ്ഞ പാടെ അങ്ങനെ തന്നെ ശീലിച്ചതുകൊണ്ട് പേര് തന്നെയാണ് വിളിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ അതെന്താ നിങ്ങൾ കമൻറ്റിലേക്ക് കൂടി പറയണം. രണ്ടാമത്തത്, ഞാൻ കബോർഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. കബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടീനല്ലോ. അതിൽ ഞാൻ എത്ര ഫോട്ടോസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം. ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൽബത്തിലില്ല ഉള്ളതല്ലാണ്ട് ഓരോരോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കുട്ടികളെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതെത്ര ഉണ്ട് എന്നുള്ളത് മാത്രം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വലിയ ക്വസ്റ്റ്യനൊന്നുമല്ല. ഈ വീഡിയോയിൽ സിമ്പിൾ ക്വസ്റ്റ്യനാണ് തരുന്നുള്ളൂ കേട്ടോ. ഇനിയത്തെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കാ പൈസ കിട്ടുന്ന ലക്ക് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. വെറുതെ കിട്ടുന്ന പൈസയല്ലേ, അത് നിങ്ങൾ കളയണ്ട. പനീർ ഇതാക്കിയിട്ടുണ്ടല്ലോ. അരിയൊന്നുണ്ടല്ലോ. ഇപ്പോൾ രാവിലെ മിതു ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ മിതു വെള്ളം ഒഴിക്കോട്ടെ. ഇപ്പം നല്ല ചൂടല്ലേ ഇവിടെ, അതുകൊണ്ട് രാവിലത്തെ വെള്ളം ഒഴിക്കലും മിതുവാണ് കേട്ടോ. രാവിലെ തന്നെ വെള്ളം ഒഴിക്കണം. വീഡിയോ എടുക്കുന്നുണ്ട് നോക്കുന്ന കഷൻ്റെ ആണ്. ഇതുപോലെ മറ്റേ തന്നെ പോകുന്നുണ്ട്, പ്രിൻസ് പോകുന്നുണ്ടോ? എടുക്കുമ്പോൾ പ്രിൻസ് പോകുന്നുണ്ടോ? ഇത് ആ ചെറുതിലുള്ള കറിവേപ്പില മാറ്റിയതാ ഇതു അന്നത് ചെറുത്
ആ പുളിയും ഉണ്ടാ? ഇതൊന്ന് പുളി കിട്ടിയേ? പുളിൻ്റെ കുരു ഇതായതായിരിക്കും അല്ലേ? പക്ഷെ കറിവേപ്പില വെയിലത്ത് തന്നെ വെക്കണമെന്ന് തോന്നുന്നു. ഇത് വാടിപ്പോന്നുണ്ട്. 5 ബോക്സ് തൂക്കിയിട്ടൊക്കെ അങ്ങനെ നമ്മൾ ഈത്തപ്പഴം ഉണങ്ങി ഇങ്ങനെ പോകും താഴെ. അതിൻ്റെ അടുത്തുള്ള ചായയും കുടിച്ച് ഗുളിയും കുടിച്ച് ഉറങ്ങട്ടെ. എണീച്ചല്ലോ. ആരോ എണീച്ചിട്ടുണ്ട്. ചുമ വെക്കുന്നു. എന്ത് ഇത് 8 മണിയില്ല? മറ്റേത് 10 മണി. മറ്റേ 10 മണിയാന്ന് തോന്നുന്നു. അല്ല അത് ആടുള്ള മുറ്റത്തുള്ള. അപ്പോൾ ഞാൻ തിരക്കിൽ രാവിലത്തെ നാസ്തയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പല സംഗതികളും നമ്മൾ ശ്രദ്ധിക്കൂലല്ലേ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് കേട്ടോ. ഇത് ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട് എൻ്റെ ബോട്ടിൽ കണ്ട നല്ലൊരു ഷേപ്പായിട്ടുണ്ടല്ലേ, ഒഴിക്കാൻ പാകത്തിന്. പക്ഷെ മൂടിയിടാൻ പറ്റുന്നില്ല. മൂടി ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്കിങ്ങനെ മുളക് പൊടി എടുക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ 3-4 ബോട്ടിലായിട്ട് മുളക് പൊടി വെക്കും കേട്ടോ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ മുളക് പൊടി. അതെല്ലാം തീർന്നിട്ടുണ്ട്. 2 വർഷമായി, നാട്ടിൽ പോകേണ്ട ടൈമായി. അപ്പോൾ ആ 2 വർഷം കൊണ്ടുവന്നതെല്ലാം തീർന്നിട്ട് കുറേ ദിവസമായി. ഇപ്പം നെസ്റ്റോന്ന് വാങ്ങാൻ. നെസ്റ്റോയിൽ നല്ല ഫ്രഷ് മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ എരിവുള്ള മുളകും കശ്മീരി മുളകും അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങുക. അപ്പോൾ അത് 2-3 ബോട്ടിലാക്കിയിട്ട് വെക്കും. കശ്മീരി നമുക്ക് ഭയങ്കര റേറ്റാണ് കേട്ടോ. നാട്ടിലും അതുപോലെ തന്നെയാണെന്ന് അറിയാം. എന്നാലും ഇവിടെ ഭയങ്കര പൈസയാണ്. അപ്പോൾ കശ്മീരി കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. എരിവുള്ള 2ഉം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പാക്കറ്റ് പൊടിയായിട്ട് വാങ്ങലില്ല. ഇങ്ങനെ പൊടിപ്പിച്ചുകൊണ്ട് വന്ന് നെസ്റ്റോയിൽ ഇപ്പം വരുന്നുണ്ട്, അങ്ങനെ വാങ്ങലാന്ന്. ലുലുവിലും കശ്മീരി മുളക് മോശമൊന്നുമില്ല. മല്ലിപ്പൊടിയൊന്നും ടേസ്റ്റ് കിട്ടൂല കേട്ടോ. മല്ലിപ്പൊടിയെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നേ പിടിക്കൂ. ഇവിടുന്ന് വാങ്ങിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രഷ് മല്ലി വാങ്ങിയിട്ട് അതൊന്ന് ഫ്രൈ പാനിലൊന്ന് കഴുകിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാലെങ്കിലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഇനി ചെയ്യണം. എൻ്റെ എല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെന്താ, പ്രാവശ്യം നാട്ടിൽ പോകണമെന്നെല്ലാം വിചാരിച്ചതേനു വെക്കേഷനിൽ, നടന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ പോവും. പിന്നെ ഒന്നാമത് കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതിന് നല്ലത് കുട്ടികളെയും കൂട്ടി പോകുന്നതല്ല. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇടങ്ങാറാവും. കുട്ടികളെ ഇവിടെ വെച്ചിട്ട് ഞാൻ മാത്രം പോയിട്ട് ഒരു ഫലവുമില്ല. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ. അപ്പം ഞാൻ ഇതിപ്പോൾ ലഞ്ചും എല്ലാം കൊടുത്തിട്ടും ഇത് പോയി കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെല്ലാം എണീച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഫുഡ് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗുളിക കുടിച്ചിട്ട് കുറേ നേരമായല്ലോ. തൈറോയിഡ് ഗുളിക കുടിച്ചിട്ട് കുറേ സമയമായി. കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലോ ആവും ചായ കുടിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ചായയും കുടിച്ചിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ ലീവായതുകൊണ്ട് സുയെല്ലാം നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ലോണം കുറച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഒളിങ്ങണീക്കും. ഞാൻ ഇന്ന് ചായയും നാസ്തയെല്ലാം കഴിച്ച്
പിന്നെ എനിക്കിപ്പോൾ കുറച്ച് തൊണ്ടവേദനയെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഫാത്തിമ ഡോക്ടറെ കാണിച്ച് അങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് തൊണ്ടവേദന വന്നതുകൊണ്ട് കാണിക്കാൻ നിന്നതാണ്. ഫാർമസിയിൽ നിന്ന് ഞാൻ വാങ്ങി 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് വാങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് ഫാത്തിമ ഡോക്ടറെ കാണിച്ചത്. അങ്ങനെ അതെല്ലാം കുടിച്ച് അതെല്ലാം കുടിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നല്ലോണം തിന്നിട്ട് വേണം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം ഫുഡ് കഴിച്ചാലേ നമുക്ക് ആ ഗുളികൻ്റെ സ്ട്രോങ് ഒന്ന് പിടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചായയും ഇഡ്ഡലിയെല്ലാം എടുത്തിട്ട് തിന്നാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാനൊരു സീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് എന്താ പറയുക ഒരു പഴമുണ്ട്, അതുകൊണ്ടൊരു സീറ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. വലിയ നന്നായിട്ടൊന്നുമില്ല, എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അതും ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ടേ. വൈകുന്നേരം ആയപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഇട്ട് കൊടുക്കും. നല്ല സ്ട്രോങ് ഉണ്ടാവും കേട്ടോ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചായ തിളപ്പിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഭയങ്കര ഈസിയാണ്. അല്ലാണ്ട് ഒരു ചെമ്പെടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ചായപ്പൊടി ഇട്ട് അത് കഴുകാൻ വേറെ പണി. അതിലും നല്ല ഞാനും ഇത് ഇങ്ങനെ തന്നെ കുടിക്കൽ കേട്ടോ. പിന്നെ കുട്ടികളൊന്നും ചായയൊന്നും അങ്ങനെ കുടിക്കൂല. അവർ എന്താ പറയുക, അങ്ങനത്തെ കുടിച്ച ശീലമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാക്കേ ചായൻ്റെ ആവശ്യമുള്ളൂ. പിന്നെന്താ, വേറെന്തോ പറയാൻ പോയിട്ടുണ്ട്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിന്, നിങ്ങളെ വീഡിയോസെല്ലാം എവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താന്നുള്ള കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം കുറച്ച് ചെയ്യട്ടെ, ടൈം കിട്ടുമ്പോൾ ചെയ്യാട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജുവ എണീച്ചിട്ട് വന്ന്. ഞാൻ ഉറങ്ങട്ടെ, വേഗം തിന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ജുവ എണീച്ച് വന്ന്. ഇനി എൻ്റെ ഉറക്കെല്ലാം കണക്കായിരിക്കും കേട്ടോ. ഇനി ഉറക്കൊന്നും നടക്കുന്ന മാതിരിയില്ല. തിന്ന് കഴിഞ്ഞിട്ട് സ്കൂളില്ലാലോ, ലീവല്ലേ. ഇന്നെന്തിനാ രാവിലെ തന്നെ എണീച്ചിന്? സ്കൂളിൽ സ്ലീപ്പ് ആക്കണ്ടേ? സ്കൂൾ പോണാ? ഡ്രൈവറെ വിളിക്കണാ? വേഗന്നൂട്. ഇഡ്ഡലി ഇഷ്ടാവും അവക്ക്? ഇഷ്ടാ? വേർക്കുന്നത് സ്കൂൾ ഇഷ്ടല്ല, വീട്ടിൽ നിന്ന് അതൊന്നാണ് ഇഷ്ടം. പഠിച്ചോന്നേ. അല്ല മോളെ പ്ലീസ് ഒന്ന് സൗണ്ട് ഓർക്കണം പ്ലീസ്. അങ്ങനെ ജുവൻ്റെ കബോർഡെല്ലാം നിലത്തിട്ട് എല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. എല്ലാം നിലത്തിടാം. എല്ലാം നിലത്തിട്ട് കുറേ ഡ്രസ്സുണ്ട് ജുവൻ്റെ. എല്ലാം ഇതാ അതിൽ ആൽബങ്ങൾ, കുറേ ആൽബം ഉണ്ട്. ഇനി എന്തിനും സ്കൂളുണ്ടത് അക്കു. ഇതാരാ? ഇത് അക്കുവിൻ്റെത്. എന്തിനും സ്കൂളുണ്ടത്. ആരോ ഇതിലുള്ള ഇതിലാരോ ഉണ്ടല്ലോ. ഇതിലാരുള്ള അരി കാണാത്ത. ജിതു.
ജിതുവിൻ്റെത് 7ാം ക്ലാസ്സിലുള്ള ജിതു. പിന്നെ ആരേനു 9ാം ക്ലാസ്സിലുള്ള അക്കു. ഇതാണ് അക്കു. കൊടുത്തതുണ്ടോ കുനക്കുണ്ടോ ഇത്. പിന്നെ തരപ്പ ഇതിലാരോ ഉണ്ടല്ലോ, ജന്നുവിൻ്റെ. ഇത് ചെയ്തു. നീ എന്തിനു സ്കൂള് ചെയ്തു? ഒന്നും തൊടാൻ പെടൂലേ. ന്യൂ ഒറിജിനിലുള്ള ഇതിലാരും ഉണ്ടല്ലോ ജിതു. ജിതു. പിന്നാരാ ആരോ ഉണ്ടല്ലോ, ആരോ ഉണ്ട് ഇതിൽ. ആരോ ആണ് കളറാക്കി കളഞ്ഞ്, ആരാന്നറിയില്ല. ഇത് ഞാനാണ് കേട്ടോ, ചെറുതിലുള്ള ഞാൻ. ഇത് പെണ്ണ് കാണാൻ കൊടുത്തത്. ഇത് മിതു. ഇതാണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ച ഫോട്ടോ. എൻ്റെത് ഇതാണ് മിതുവിന് കൊടുത്ത്. എന്നാ നോക്കിയാട്ടെ. പിന്നെ ഇതും. ഇനി ഇതെല്ലാം ഇതെല്ലാം കബോർഡെല്ലാം ഒന്ന് ഒരുക്കി വിടണം. ഇതെല്ലാം തന്നെ എൻ്റെ പണി. ഞാൻ വലിച്ചിട്ടെല്ലാം മടക്കി വെക്കണം. അപ്പം ഞാൻ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജുവൻ്റെ സെക്ഷൻ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോരോ ദിവസം ഓരോരോ സെക്ഷനായിട്ടാണ് ക്ലീൻ ചെയ്യട്ടോ. അപ്പോൾ ഇനി കുളിക്കണം. കുളിച്ച് മാറ്റിയിട്ടാണ് ബാക്കി പരിപാടിയെല്ലാം. കാരണം ഇനി ഉച്ചക്കേക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇറച്ചിച്ചോറിന് വേണ്ടിയിട്ട് ബീഫ്, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇറച്ചി മസാലപ്പൊടി ഉണ്ടായിരുന്നു അതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുക്കറിലല്ലാണ്ട് ചെമ്പിലിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെയും ബീഫ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ബീഫ്. ഇപ്പുറത്തെ അടുപ്പത്ത് പിന്നെ ഫസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ട് RKGയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് കേട്ടോ. ഇപ്പം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യൽ. ഓയിൽ അങ്ങനെ എടുക്കൽ കുറവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുക്കൽ കേട്ടോ. വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓയിൽ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, വാടിപ്പോകുന്നുണ്ടതിന്. അങ്ങനെ വേഗം ചെറിയ ഉള്ളി അങ്ങ് തീർക്കാമെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ അധികം വലിയ ഉള്ളി തന്നെയാണ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് എടുക്കില്ല കേട്ടോ. പക്ഷേ ബീഫിനെല്ലാം ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഏകദേശം കണക്ക് നിങ്ങളിതാ ഇതിൽ കാണുന്നത് പോലെ എടുത്താൽ മതി കേട്ടോ. ഒരു 3-4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. കാരണം ബീഫ് വെന്തതാണല്ലോ, അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ബീഫ് വെന്തിട്ടില്ലെങ്കിൽ അധികം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ബീഫിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം നടിഞ്ഞിട്ടും. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറച്ചിച്ചോറാകുമ്പോൾ നല്ലോണം തക്കാളി വേണം കേട്ടോ. ഒരു പുളിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. 3-4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. നല്ലോണം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത ബീഫ് ഉണ്ടാവുമല്ലോ, അതങ്ങനെ അതിലൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുറുകി വരുന്നവരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് എന്താ പറയുക, കുറച്ച് ലൂസായിട്ടല്ലേ ഉണ്ടാകുക. അതൊന്ന് കുറുകി വരണം, കുറച്ച് കട്ടി കിട്ടണം. അപ്പോൾ നമുക്ക് ചോറ് എത്ര വേണോ അതിന് കണക്കായിട്ടുള്ള കട്ടിയാണ് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അധികം ടൈറ്റ് ആകാനും പാടില്ല. കാരണം ഇതിലാണ് നമ്മൾ ചോറെടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ.
കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇറച്ചിച്ചോറിന് നമ്മൾ കൈമ റൈസാണ് എടുക്കൽ. നിങ്ങൾക്ക് മറ്റേത് വേണമെങ്കിൽ അതും എടുക്കാം. പക്ഷെ കൈമ റൈസ് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇറച്ചിച്ചോറിന്. നമ്മൾ തലശ്ശേരി നാട്ടിൽ ഇറച്ചിച്ചോറെന്നൊന്നും പറയുന്നില്ല, ആ ഇറച്ചിച്ചോറാണ് കേട്ടോ ഇത്. ഓരോരുത്തരും ഓരോരോ സ്റ്റൈലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇറച്ചിച്ചോറ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. മിതുവാണ് ഇതിൻ്റെ ആൾ, ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്ന ആൾ. ഞാൻ കുറവാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നെന്തായാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എനിക്ക് മിതുവിൻ്റെ ഇറച്ചിച്ചോറേ ഇഷ്ടമായിട്ടുള്ളൂ. ഞാൻ ഇനി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇറച്ചിച്ചോറ് തീരെ ശരിയാവില്ല. ബിരിയാണിയെല്ലാം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതിലേക്ക് പിന്നെയും തക്കാളി പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെയും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ അവിടെ മൂടി വെക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് ഇട്ടിട്ട് കേട്ടോ. അരി വാർത്തി വെച്ചിട്ടുണ്ട്. അരിൻ്റെ വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി ഇറച്ചിക്കറിയിൽ ഇതങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിട്ടിട്ട് നമുക്ക് എത്ര കറിയുണ്ട് അതിനകണക്കായിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏകദേശം അരിൻ്റെ അളവ് അറിയാമല്ലോ. അപ്പോൾ വെള്ളം എത്ര വേണോ എന്നുള്ളത് അതിനകണക്കായിട്ട് കറിയിലും വെള്ളം വേണം കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു കറിയിലാണ് നമ്മൾ തിളപ്പിച്ചിട്ട്. അപ്പോൾ ചോറ് അവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കലാന്ന് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സക്സസ് ആവുമെന്ന് നോക്കണമല്ലോ ആദ്യം, എന്നിട്ട് വേണമല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സക്സസ് ആയിട്ടുണ്ടായിട്ടുണ്ടതിന്. അപ്പോൾ സുവൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോഴത്തേക്ക് ട്രെൻഡിങ്ങിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു പോയി. ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. പൊതുവേ അങ്ങനെയാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പരിപാടി അടുത്തത് ചോറെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാ. തിന്നെല്ലാം കഴിഞ്ഞ് അങ്ങനെ എന്തായി, വൈകുന്നേരം ആയല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചൂട് ടൈം ആയതുകൊണ്ട് 2 നേരം ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു നേരം ഒഴിച്ചാൽ പോരാ. അപ്പോൾ 2 നേരം മിതുവിന് ഇടങ്ങാറാക്കുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് ഒരു നേരം ഞാൻ ഒഴിക്കാൻ നിൽക്കും. ഒന്നിക്കണേ രാവിലെ അല്ല വൈകുന്നേരം. അപ്പോൾ രാവിലെ ഇന്ന് മിതു ഒഴിച്ചതുകൊണ്ട് വൈകുന്നേരം ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വളയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ മീനിൻ്റെതെല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് വളയെല്ലാം ഇട്ടാലോ എന്ന് വിചാരിച്ചപ്പോൾ അന്ന് ഓർമ്മ വന്നതല്ല. കുളി കഴിഞ്ഞില്ലേ, അപ്പോൾ വളം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കൈയെല്ലാം മണക്കും. ഫുള്ള് ഡ്രസ്സെല്ലാം മാറ്റേണ്ടി വരും. കുളി കഴിഞ്ഞുകൊണ്ട് എന്തായാലും അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെടിക്ക് വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ.
ഇങ്ങനെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ഇങ്ങനത്തെ എല്ലാം ചെടി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നേരിട്ട് കണ്ടാലും അല്ലെങ്കിലും എൻ്റെ അടുത്ത് പറയും നിങ്ങളെ ചെടി കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞാനിവിടെ ടൈൽസ് ഇട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. ചട്ടിയിലാണ് ഫുള്ള് ചെടി വളർത്തുന്നത്. നമ്മൾ റൂം താഴെ ആയതുകൊണ്ട് താഴെ തന്നെ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെടി വളർത്തലാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വില്ലയിലല്ലെങ്കിലും ഒരു വില്ലയിൽ താമസിക്കുന്ന ഒരു പ്രതീതിയാണ് ഇങ്ങനെ താമസിക്കുമ്പോൾ. അപ്പോൾ ഇതാ റോസ് പൂ കഴിച്ചിട്ടുണ്ട് കേട്ടോ. റോസ് പൂ കുറച്ച് ദിവസമായി കഴിച്ചിട്ട്. അപ്പോൾ അതിനൊന്നൊരു മുത്തം കൊടുക്കലാന്ന്. ഞാൻ പറഞ്ഞു ഇതെന്താ വരാൻ താമസിച്ചേ, നേരത്തെ കാലത്തെ വന്നൂടെ എന്നെല്ലാം ചോദിച്ചിട്ട് അതിനോട് വർത്താനം പറയും. ഞാൻ കുറച്ച് സമയം ഈ ചെടിനോട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. ഓരോന്ന് സംസാരിക്കും. അപ്പോൾ അവരത് കേൾക്കുന്നുണ്ടാവും, ഞാൻ പറയുന്നതിൽ കേൾക്കും. ഞാൻ ഓരോരോ ഇലയും എടുത്തിട്ട് ഞാൻ പറയും നല്ല ഉഷാറിൽ വളരണേ എന്നെല്ലാം പറയും. സംസാരിക്കും ഞാൻ. മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ വിചാരിക്കുന്നത് തിരിച്ചൊന്നും പറയൂലല്ലോ. ഇങ്ങനെ ഉള്ള എന്താ പറയുക, കല്ലിനോടും മരത്തിനോടും സംസാരിക്കും എന്ന് പറയുന്നല്ലേ, അതേപോലത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് നിന്നാൽ അധികം ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. രണ്ട് മിനിറ്റ് കൂടുമ്പോൾ. കാരണം എയർപോർട്ട് നമ്മൾ റൂമിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഫ്ലവർ കണ്ട, നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ ഒരു ചെടിയിൽ തന്നെ 2 കളർ ഫ്ലവർ, അതും ഒരു കൊമ്പിൽ 2 കളർ ഫ്ലവർ. അത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി കേട്ടോ. ഞാനിട്ട് സ്റ്റാറ്റസിലും വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ വൈകുന്നേരം ഞാൻ സാധാരണ വൈകുന്നേരം ചായക്കടിയൊന്നും ആക്കലില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പഴുത്ത് കറുത്തൊരു പഴമുണ്ട്. അതെനിക്ക് തിന്നാനൊരു വഴിയുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ കണ്ടിട്ടൊന്നും ഉണ്ടാക്കലാന്ന് കേട്ടോ. അതിൽ തന്നെ ഉണ്ട് പഴുത്ത് കറുത്ത പഴം കളയല്ലേന്ന്. അപ്പോൾ അതാ ഒരു പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. RKGയിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് എന്നിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ വെല്ലം ശർക്കര ഉണ്ടല്ലോ, അത് കറുത്തതാണെങ്കിൽ കൂടുതൽ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷെ എനിക്കിതായിരുന്നു കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം, എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. ഇത്ര വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ വെള്ളം ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിലൊന്നും അങ്ങനെ മണ്ണോ ഇത് പോയി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് തിളപ്പിച്ചെടുത്തത് കേട്ടോ. പഴം മിക്സിയിലിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണമെന്നില്ല, നിങ്ങൾക്ക് സാധാരണ ഫ്രഷ് മിൽക്കിൽ അടിച്ചെടുത്താലും മതി. പക്ഷെ തേങ്ങാപ്പാലും കൂടി ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ ടേസ്റ്റാട്ടോ. ഞാൻ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കാണ് വാങ്ങിയത്. ടിന്നിൽ കിട്ടുമല്ലോ ഇവിടെ വാങ്ങാൻ, അതാണ് വാങ്ങിയത് കേട്ടോ. ഞാൻ പുഡിങ്ങിനെല്ലാം അതന്നെ എടുക്കൽ. തേങ്ങ എടുത്ത് ചിരവി പാലെടുക്കുന്നതിൽ എത്രയോ ഈസിയല്ല അങ്ങനെ എടുക്കുന്നത്. അത് ഞാൻ ഇത് അണ്ടിപ്പരിപ്പെല്ലാം മൂപ്പിച്ച ആ എണ്ണ ഉണ്ടല്ലോ, RKG ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വെള്ളം ഉരുക്കി വെച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഇത്രയേ പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഈസിയാണ്. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. പിന്നെ 2-3 ദിവസം വെച്ചിട്ട് തിന്നുകയും ചെയ്യാം, മോശമാവുകയും ചെയ്യൂല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ വെല്ലത്തിൻ്റെ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇത്ര വേണ്ട, കാരണം നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. ആ ഒരു പോരായ്മയാണ് കേട്ടോ എനിക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി തിളപ്പിച്ച് ഈ ഫ്രൈ പാനിൽ എനിക്ക് തോന്നി എനിക്ക് എന്താ അലവിയാക്കിയിട്ട് എടുക്കാൻ പറ്റൂല എന്ന് തോന്നിയതുകൊണ്ട് നേരത്തെ വെള്ളം ഒരുക്കി വെച്ചിട്ടില്ല, ആ പാനിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അതിൽ മാറ്റിയിട്ട് ഞാൻ നല്ലോണം ഇളക്കി ഇത് കുറേ ടൈം എടുക്കും കേട്ടോ. ഈ അലുവ ആകാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണെന്നറിയാം, ഏകദേശം 1 hour എടുത്തിന് ഞാനിതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം തീ കൂടാനും പാടില്ല കുറയാനും പാടില്ല, മീഡിയം ലെവലിൽ വേണം ഇത് ഇളക്കി കട്ടി ഇട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കലക്കിയിട്ട് അരിപ്പൊടി കലക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് എനിക്ക് കട്ടി ആകുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കട്ടി എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി ഇതിൻ്റെ മെഷർമെൻറ്റൊന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് അറിയാലോ അരിപ്പൊടി ഇട്ടാൽ എങ്ങനെയാണെന്നുള്ളത്. ഇത് ശരിക്കും ഈ അലുവയില്ലേ നമ്മൾ പ്രഥമനെല്ലാം കുടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. മക്കൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ ഹെൽത്ത് പ്രശ്നമില്ല. വെല്ലാന്ന് എടുത്തിട്ടുള്ളത്, പഞ്ചസാരയല്ല. വെല്ലാകുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ.
അങ്ങനെ ചൂടാക്കിയ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ട് അതിലിട്ട് കൊടുത്തിട്ട് ഇനി ഇത് ടൈറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. അലുവൻ്റെ സ്റ്റൈലിൽ അത് കുറുക്കി 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 ഇളക്കി 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 വേണമെങ്കിൽ ഒരു പാട്ടെല്ലാം പാടിക്കോ. ടൈം പോകുന്നില്ലെങ്കിൽ പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക യൂട്യൂബിൽ എന്തെല്ലാം കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അല്ലെ നാട്ടിൽ ഉമ്മാനെല്ലാം വിളിച്ചിട്ടെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ സമയം പോകും. അല്ലാണ്ട് വെറുതെ നിൽക്കുകയാണെങ്കിൽ പരാന്തൊടിക്കും. ഇത് ഇളക്കി ഇളക്കി കണ്ട ആദ്യത്തെ കട്ടി കുറഞ്ഞ് ഇപ്പം നല്ല ഫ്രൈ പാനിന്ന് വിട്ട് നിൽക്കുന്ന രീതിയിൽ ഇളക്കിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അലുവ നല്ല എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക അലുവൻ്റെ ആ ഒരു സ്റ്റൈലിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. കുറച്ച് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കണേ, അതിനോട് പറയാൻ മറന്നു പോയിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടും. അങ്ങനെ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണമല്ലോ. എന്നിട്ട് ഇത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഇത് ഞാനിപ്പോൾ ചൂടോടെ തന്നെ കുറച്ച് നേരം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി കട്ടിയായി കട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ടേസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര പെർഫെക്റ്റായിരുന്നു. പക്ഷെ കുറച്ച് കട്ടി കുറഞ്ഞു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം കൂടിപ്പോയി. അപ്പോൾ വെള്ളത്തിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഒരു പഴം കൊണ്ട് കളയുന്ന ഒറ്റ പഴം കൊണ്ട് ഞാൻ അടിപൊളി അലുവ ഉണ്ടാക്കിയില്ലേ. കുട്ടികൾക്കും മാപ്പിളക്കെല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേഗം പോയി ട്രൈ ചെയ്തു. അപ്പോൾ ഫ്രൈ ചെയ്യാത്ത കാഷ്യൂ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് 2 ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ ഒരു നല്ലൊരു അലുവ കിട്ടിയില്ലേ. നിങ്ങളിപ്പോൾ ബേക്കറിയിലെല്ലാം പോയി വാങ്ങുകയാണെങ്കിൽ എത്ര പൈസ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഒറ്റ പഴം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. കുറച്ച് വെല്ലവും കൂടി, വേറെ ഒന്നുമില്ല. തേങ്ങാപ്പാലും വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തൊരു ഇതാണ് എന്താ പറയുക സ്നാക്ക്. വൈകുന്നേരം കഴിക്കാൻ പറ്റും, വൈകുന്നേരം അല്ലാണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ല അലുവ പീസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇന്നത്തെ വിശേഷം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീനാക്കാനെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അലക്കൽ, ആറിയിടൽ, മടക്കൽ അങ്ങനത്തെ പരിപാടികളെല്ലാം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ. വീഡിയോ എല്ലാം തന്നെ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അലുവ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും മിതു എത്തിയിട്ടുണ്ട് കേട്ടോ. മിതു എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് നല്ല ഫ്രഷായിട്ട് എനിക്ക് മുരിങ്ങ ഇല പറിച്ചാന്ന് പറഞ്ഞിട്ട് കുലുമാലാക്കിയിട്ട് പറപ്പിക്കുക കേട്ടോ. ഞാൻ പറിച്ചിട്ട് മോശമായി പോകണ്ടല്ലോ, അതുകൊണ്ട് മിതുവിനെ കൊണ്ട് പറപ്പിച്ചതാണ്. അതിന്മേൽ ഉറുമ്പുണ്ട് കേട്ടോ. वो बोला उसको कुछ कोई ये आ रहा है इसलिए वो डाला ऐसा बोला। अच्छा कुछ वो भी अगस्त में जाएगा वो। അതില്ലേ हाँ वो अगस्त आ रही है। അതെയോ അതെയോ ഒന്നും കൂടി കുറച്ച് हाँ ഒന്നും കൂടി കുറച്ച് ओके അടിപൊളി. വലിയ ഇല പോലെ കണ്ടിക്കാൻ നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ വളർത്തി അത് ഫ്രഷോടുകൂടി എടുത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കറിക്കുണ്ടല്ലോ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ കറിക്ക് ഒരു സ്പെഷ്യലേനും ഭയങ്കര ടേസ്റ്റേനും കറി. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടാണല്ലോ. നമുക്കിവിടെ മുരിങ്ങയില കിട്ടണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറേ ദൂരെയെല്ലാം പോയിട്ടെല്ലാം എടുക്കേണ്ടി വരും. അതും ആരെങ്കിലും മലയാളികളുണ്ടെങ്കിൽ കിട്ടിയാലായി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തന്നെ വാങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം കാത്തു നിന്ന് അതിൽ നിന്ന് ഒരില എടുത്തിട്ട് കറി ഉണ്ടാക്കും. അത് വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ കറി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് ഞാനൊന്നുകൂടി കാണിച്ചു തരാം. ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കുക. നല്ല ഫ്രഷ് തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനണക്കായിട്ട് തേങ്ങ എടുത്തോട്ടാ. ഇല മുരിങ്ങ ഇല എത്ര ഉണ്ട് അതിനണക്കായി തേങ്ങ. ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം അളവെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ തേങ്ങയിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർ മുളക് പൊടി ഇടൂല കേട്ടോ. ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട്
മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സ്റ്റൈലാണെന്നല്ല ഉണ്ടാക്കുക. അതിലേക്ക് മുരിങ്ങയില നല്ലോണം കഴുകിയിട്ട് അവിടെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും മാത്രം മതി. ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ പകുതി ആയാലും മതി ഉള്ളി. എന്നിട്ട് അത് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇൻസ്റ്റയിൽ എൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട്, ഞാൻ ഇൻസ്റ്റയിൽ അധികം വീഡിയോ ഒന്നും ഇടലില്ല, പക്ഷേ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ എന്നെ വിളിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്താൻ്റെ നമ്പറൊന്ന് തരുമോ, എനിക്ക് അർജൻറ്റ് ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ എന്നെ വിളിച്ച് നാട്ടിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷനാണ്, വേണ്ടാണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, ആ ടെൻഷൻ മാറാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പോലെ പറഞ്ഞു തരുമോ. ഞാനധികം കുറച്ച് ഇങ്ങനെ മോട്ടിവേഷനെല്ലാം എടുക്കുന്നുണ്ട്, എൻ്റെ വീഡിയോയിൽ ഉണ്ടാകലുണ്ട് കേട്ടോ. അതെല്ലാം ഭയങ്കര യൂസ്ഫുള്ളാന്ന് പറയലുണ്ട്. അതേ വീഡിയോയിൽ ഞാൻ മോട്ടിവേഷനായിട്ട് പറയലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനായിരിക്കും. അപ്പോൾ വേണ്ടാണ്ട് ചിന്തിക്കാണ്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നമ്മൾ കഴിയുന്നതും നമുക്ക് എന്താന്ന് നമ്മളെ ഹോബി എന്നെല്ലാം പറയുമല്ലോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടാവും. എന്താ പറയുക, കുക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമായിരിക്കും, പിന്നെ മൈലാഞ്ചി ഇടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്തെങ്കിലും കഴിവ് ഓരോരുത്തർക്ക് ഉണ്ടാവുമായിരിക്കും. അത് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കഴിവുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ളൊരു കഴിവുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവുക. ചില ആൾക്കാരുണ്ട് വെറുതെ വീട്ടിൽ തന്നെ ഇരുന്ന് ടൈം കളയുന്നത്, വെറുതെ ഓരോരോ മണിക്കൂറും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ ഓരോ 5 മിനിറ്റ് നമ്മളത് വേസ്റ്റാക്കാണ്ട് നമ്മളെ ജീവിതത്തിൽ അത് എങ്ങനെ നമ്മളെ ജീവിതം വിജയിപ്പിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ തന്നെ അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുക. അല്ലാണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഒരു രോഗം വരുന്നതിൽ നല്ലത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഗതികൾ എന്താ പറയുക അതിൽ മുഴുകുക. പിന്നെ ആ സ്ത്രീ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് വലിയ സ്വരച്ചേർച്ചയിലെല്ലാം ഉള്ളത്, അതുകൊണ്ടുള്ള ടെൻഷനും കാര്യങ്ങളെല്ലാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഒന്ന് സന്തോഷം കണ്ടെത്താൻ നോക്കുക. ഓരോരുത്തർക്കും ഓരോരുത്തരായ കഴിവുകളെല്ലാം തന്നെ ഉണ്ടാവും. അത് അവരെന്നെ കണ്ടെത്തണം. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ അതിൽ മുഴുകുക. നമുക്കിപ്പോൾ എന്താ പറയുക, എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഒന്നും വേണ്ട, നമ്മൾ ഇബാദത്തിൽ മുഴുകിയാലും മതി. അങ്ങനെ 5 നേരം നിസ്കരിക്കുമ്പം തന്നെ കുറേ ദുആ ചെയ്താൽ, കുറേ ഓതിക്കഴിഞ്ഞാലെല്ലാം നമുക്ക് നല്ല മനസ്സിന് സമാധാനം കിട്ടും. അപ്പം നമ്മളെ ജീവിതം നമ്മൾ തന്നെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദുഃഖങ്ങളില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ടാവും, വെറും സന്തോഷം മാത്രമല്ല. അപ്പോൾ അത് നമ്മൾ നോക്കി നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഐത്താക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ട് കുറേയെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവരിനിയും വിളിക്കും, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യലുണ്ട്. ഭയങ്കര സന്തോഷമായിപ്പോയി. ഇങ്ങനെയെല്ലാം അറിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ആകെ അത്ര വീഡിയോ മാത്രമേ ഇടലുള്ളൂ, ഡെയിലി വീഡിയോ ഒന്നും ചെയ്യലില്ല. എന്നാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. For his contribution as an NRI. Let's welcome Mr. P.V. Radhakrishna Pillai to the stage with a warm round of applause, please. Sir. പ്രിയമുള്ളവരെ, ക്ഷമിക്കണം, കാരണം ഈ മോണിറ്ററിൻ്റെ അപര്യാപ്തതയാണോ അറിയുന്ന പ്രത്യേക സംവിധാനം കൊണ്ട് എന്താണ് പറയുന്നതെന്ന് സ്റ്റേജിൽ ഞങ്ങൾ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ സിനിമ കാണാനിരിക്കുന്ന നിങ്ങളുടെ മുന്നിലൊരു പ്രഭാഷണം നടത്തുന്നതൊട്ട് ഉചിതമല്ല. സാധാരണഗതിയിൽ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ദീർഘമായ മീറ്റിങ്ങുകൾ അതിൻ്റെ ആസ്വാദ്യതയെ ബാധിക്കും എന്ന് നല്ല ഉറപ്പുള്ള ഒരാളാണ്. കാരണം നിങ്ങൾ കൊണ്ടുകൊണ്ട് ലിജിൻ പൊയിൽ കഥയെഴുതി വികാസ് സൂര്യയുമായി ചേർന്നുകൊണ്ട് സംവിധാനം നിർവഹിച്ച്
പ്രിയ ലിജിൻ നിർമ്മാണം നിർവഹിച്ച് ഈ സിനിമ കഴിഞ്ഞ ആഴ്ച എപ്പിക് സിനിമയിൽ കാണുകയുണ്ടായി. അതിമനോഹരമായ ഒരു സിനിമ തന്നെയാണ്. കഥ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, PV രാധാകൃഷ്ണപിള്ള ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ പ്രവാസ ലോകത്ത് അല്പസ്വല്പം മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് ഇത്തരം കൂട്ടായ്മ. അങ്ങനെ ഇന്നത്തെ ദിവസം ബഹ്റൈനിൽ ചിത്രീകരിച്ച റെഡ് ബലൂൺ ഫിലിം അത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് നല്ല അടിപൊളി ഫിലിമേനു കേട്ടോ. അങ്ങനെ അതിൽ അഭിനയിച്ച ഓരോരോ കഥാപാത്രങ്ങളും അവരുടേതായ കഴിവുകൾ അതിൽ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ആ ചെറിയ മോളെ അഭിനയമാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുക. നല്ല സസ്പെൻസ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോക്കായി. റൂമെത്താനായി. ഇന്നത്തെ ദിവസം എൻ്റെ ദിവസം ഇങ്ങനെയല്ലേനു. ഒരുപാട് വീഡിയോസ് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും മിനിറ്റുള്ള വീഡിയോസ് ആക്കിയത് കേട്ടോ. കുറേ കട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഒരു ദിവസം എല്ലാം എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മതിയാവില്ല.